ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ 9 ദിവസം ഇട്ടു. അപ്പോൾ ഇനിയും 10th ഡേ 10ാമത്തെ ദിവസം തിരുവോണ ദിവസമായി. പക്ഷേ ഇന്ന് സഹായിക്കാനായിട്ട് അമ്മുക്കുട്ടിയൊന്നുമില്ല. അയ്യോ, എന്തോ എൻ്റെ ഉടുപ്പിൽ പറ്റിയിരിക്കുന്ന പൗഡറായിരിക്കും. എന്തായാലും നമ്മുടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മുക്കുട്ടി ഇല്ല. എല്ലാവരും ക്ലബിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് പോയ കുട്ടികളൊക്കെ ഓരോരോ തിരുവോണ ദിവസം ആയതുകൊണ്ട് ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെ അമ്മുക്കുട്ടി അതിനൊക്കെ ആയിട്ട് പോയേക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ അമ്മുക്കുട്ടി ഇവിടെ ഇല്ല. അപ്പോഴത്തേക്കും ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യണം. അല്ലെങ്കിൽ അമ്മുക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടായിരുന്നു എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പം ഉത്രാട ദിവസത്തെ പൂക്കളെല്ലാം ഞാൻ തൂത്ത് കളയുവാണ്. തൂത്ത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പുതിയ ഡിസൈൻ വരയ്ക്കാനുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടി ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ നല്ല അമ്മുക്കുട്ടിയെ തന്നെ നന്നായിട്ട് വരച്ചൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഞാനൊരു ഒരു ഫോട്ടോ നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വരയ്ക്കുമ്പോൾ എന്തായാലും വലുതാവും. എന്തായാലും നമ്മുടെ അത്തപ്പൂക്കളം തിരുവോണ ദിവസം ആയതുകൊണ്ട് നല്ല വലിയ അത്തപ്പൂക്കളമാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്ക് അടുക്കളയിലും ഇഷ്ടം പോലെ ജോലിയുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ വളരെ സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലും നമ്മൾ എത്ര സ്പീഡെടുത്താലും നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി നമ്മൾ അത്തപ്പൂക്കളത്തിന് തന്നെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യേണ്ട ദിവസമാണ്. അപ്പം എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ വലിയ അത്തപ്പൂക്കളം വേണം. അത് പൂക്കളെല്ലാം കട്ട് ചെയ്യണം. അപ്പോൾ പൂക്കടയിലൊക്കെ ആകെപ്പാടെ തിരക്കായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും എന്നെ പരിചയമുള്ളത് കൊണ്ടും എല്ലാ വർഷവും നമ്മൾ അവിടെ നിന്നല്ലേ പൂക്കളം ഇടാനായിട്ട് നമ്മൾ പൂക്കളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പൂക്കളൊക്കെ മേടിക്കാനുണ്ട്. തിരുവോണ ദിവസം പക്ഷെ നല്ല തിരക്കായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് പൂക്കളം ഇടാനായിട്ട് പൂക്കളൊക്കെ കിട്ടി. നല്ല തിരക്കായിരുന്നു. മിക്കവാറും വൈകിട്ടൊക്കെ ആയപ്പോൾ 6 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം പൂക്കളെല്ലാം നമ്മുടെ പൂക്കടയിൽ തീർന്നായിരുന്നു. എനിക്കെന്തായാലും തിരുവോണത്തിന് നല്ല വലിയ പൂക്കളം ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം പോലെ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പതുക്കെ ഡിസൈനൊക്കെ ഒന്ന് വരച്ച് നോക്കുക. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആദ്യം നമ്മൾ ഓണം എന്ന് എഴുതി, എന്നിട്ട് അതിൽ തിരുവോണ ദിവസമല്ലേ, അപ്പോൾ അതിൽ നമ്മൾ പൂക്കളൊക്കെ വെച്ച് അത് നമ്മുടെ ആ ഓണം എന്നെഴുതിയത് നമ്മൾ പൂക്കളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കും. ഇനിയിപ്പം ഒരു വലിയൊരു ഡിസൈൻ വരയ്ക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു അപ്പോൾ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു, ചേച്ചി ഡിസൈൻ വരയ്ക്കുന്നത് കാണിക്കണമെന്ന്. ഞാൻ ഡിസൈൻ വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. അത്രയ്ക്ക് അത്രയ്ക്ക് കോമഡിയാണ് ഞാൻ ഡിസൈൻ വരയ്ക്കുന്നത്. എനിക്ക് തന്നെ ചിരി വരുന്ന കാര്യം. എന്തായാലും ഒരു ആവശ്യപ്പെട്ടതല്ലേ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതല്ലേ. അപ്പോൾ എന്തായാലും ഡിസൈൻ വരയ്ക്കുന്നത് കാണിക്കാം. തിരുവോണ ദിവസമല്ലേ, ഒരാവശ്യം പറഞ്ഞാൽ നമ്മളത് നടത്തി കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ ഡിസൈനൊക്കെ വരച്ച് തുടങ്ങി. എന്താവോ എന്തോ. ആദ്യം ഞാനൊരു ഡിസൈൻ വരച്ചിട്ട് അതിനൊരു കവറിങ്, അപ്പോൾ 2 കളറായിട്ട് നമുക്ക് ഇടാമല്ലോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കത്തില്ലേ നമ്മുടെ പൂക്കളം. അപ്പോൾ എനിക്ക് ഡിസൈനൊന്നും വരച്ച്, ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, ഡിസൈനൊന്നും വരച്ച് വലിയ പരിചയമില്ല. എന്തായാലും കുത്തിയിരുന്ന് വരപ്പ് തുടങ്ങി. അപ്പോൾ 3 വശം കംപ്ലീറ്റ് ആയേ. ഇനി അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഓരോ ഡിസൈൻ വരച്ച് കൊടുത്ത് കളറ് വേറെ പല പല നിറം ഇടാനായിട്ട് ഒരുപാട് വെറൈറ്റി കളേഴ്സ്. എന്തായാലും നമുക്ക് താമര നടുക്ക് വെക്കാനായിട്ട് താമര കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കളേഴ്സ്, കാരണം പൂക്കളൊക്കെ അത്ര ഇല്ലായിരുന്നല്ലോ. തിരുവോണ ദിവസം ആയതുകൊണ്ട് ഭയങ്കര ആളായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കളേഴ്സൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത്യാവശ്യം കളേഴ്സൊക്കെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇങ്ങനെയൊക്കെ ആണ് വരച്ച് വെച്ചേക്കുന്നത്. അമ്മുക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരച്ച് തന്നേനെ.
എന്ത് ചെയ്യാനാ, അവൾ ഓണ സെലിബ്രേഷൻസിനൊക്കെ പോയി. കുട്ടികളെല്ലാവരും കൂടെ ഓണ സെലിബ്രേഷനൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുമ്പം അവൾ മാത്രം എൻ്റെ കൂടെ ഇരുന്നാൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് അവളും ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പോയേക്കുവാ തിരുവോണത്തിന്. അപ്പം നമ്മളെന്തായാലും പൂക്കളം വെച്ച് അടിപൊളി ആക്കുക. അപ്പോൾ പിള്ളേരൊക്കെ ഓടിച്ചാടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് നാട്ടിൽ ഫുള്ള് ഓണം സെലിബ്രേഷൻസാണ്. നമുക്ക് പിന്നെ ജോലിയുള്ളത് കാരണം നമ്മുടെ സെലിബ്രേഷൻസൊക്കെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ സെലിബ്രേഷൻസ്. ഫുഡൊക്കെ വെക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയല്ലേ ഒന്ന് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ നല്ല അടിപൊളി ഡിസൈനൊക്കെ ആക്കുവാണേ. അപ്പോൾ പല കളേഴ്സ് ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ അത്തപ്പൂക്കളം നല്ല വലിയ അത്തപ്പൂക്കളം ആയിരിക്കും. ഇപ്പോൾ ഒരു വലിയൊരു പൂവിൻ്റെ, ഒരു വിടർന്ന ഒരു പൂവിൻ്റെ നല്ല അടിപൊളി ഡിസൈനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ പിള്ളേരൊക്കെ പറയുന്നു, അതൊക്കെ മതി ആൻറ്റി, അതൊക്കെ മതി എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്നു. നമ്മളെന്തായാലും അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഔട്ട്ലൈനും കൂടെ ഇട്ടാലോ. കാരണം ഇഷ്ടം പോലെ കൊങ്ങിണിപ്പൂവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ലൈനും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അതാണ്ട് അമ്മുക്കുട്ടി വന്ന് താമര മൊട്ടായിട്ടല്ലേ കിട്ടിയത്. അപ്പം മൊട്ട് നല്ല പോലെ വിടർത്തി നമ്മൾ താമര മൊട്ട് നല്ലതായിട്ട് വിടർത്തി നമ്മൾ അത് സെൻറ്ററിൽ വെച്ച് കൊടുത്തേ. ഇനി ചുറ്റും ഏത് കളറാണ് നമ്മൾ വെക്കുന്നതെന്ന് അറിയാവോ? ചുറ്റും നമ്മൾ ഓറഞ്ച് കൊങ്ങിണിപ്പൂ നല്ലോണം കട്ട് ചെയ്ത് അതാണ് നമ്മൾ ചുറ്റും വെക്കുന്നത്. അപ്പോൾ താമരപ്പൂ നടുക്ക് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ എൻ്റെ അത്തപ്പൂക്കളം കാണാനായിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സർക്കസൊക്കെ എല്ലാ ദിവസത്തെ പോലെ സർക്കസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ അത്തപ്പൂക്കള നമ്മുടെ ഡിസൈൻ കണ്ടു, നല്ല സൂപ്പർ ഡിസൈനായിട്ട് മാറി. അങ്ങനെ നമ്മൾ ഓണം എന്നൊക്കെ എഴുതി, പിന്നെന്താ, നമ്മുടെ ഡിസൈന് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് പൂക്കളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന് അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പൂക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്ന് നമുക്ക് ഡിസൈൻ റെഡിയാക്കണം. അപ്പോൾ നമ്മളുടെ ഡിസൈന് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ പൂക്കൾ കട്ട് ചെയ്തുകൊണ്ട് വരുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാനിതാണ്ട് നമ്മുടെ ഓറഞ്ച് കൊങ്ങിണിപ്പൂവ്, അപ്പോൾ ഇരിക്കാനൊന്നും സ്ഥലമില്ല, ഇത്രയും വലിയ അത്തപ്പൂക്കളം വരച്ചത് കൊണ്ട് കുറച്ച് ഒതുക്കായിരുന്നു. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ ഓറഞ്ച് കൊങ്ങിണിപ്പൂ ചുറ്റും വെച്ച് കൊടുക്കുവാണേ.
അങ്ങനെ നമ്മൾ ഓറഞ്ച് കൊങ്ങിണിപ്പൂ വെച്ച് നല്ലോണം ഒതുക്കി ഒതുക്കി കൊടുക്കുവാണേ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. നമ്മൾ നടുക്ക് താമരപ്പൂ വെച്ചു, ചുറ്റും ഓറഞ്ച് കൊങ്ങിണിപ്പൂ വെച്ചു. എന്നിട്ട് ഞാൻ കൈവച്ച് നല്ലോണം ഒതുക്കി ഒതുക്കി കൊടുക്കുവാണേ. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ലെയർ എന്താ പറയുമ്പോൾ നമ്മുടെ അരളിപ്പൂവ്, നല്ല പിങ്ക് ഷെയ്ഡുള്ള അരളിപ്പൂവ് അതിന് ചുറ്റും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ സൂപ്പറായിട്ട് അരളിപ്പൂവ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് അരളിപ്പൂവും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ഫുള്ള് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൂക്കളം നല്ല അടിപൊളി, നല്ല മൊത്തം നിറഞ്ഞിരിക്കും. അല്ലെങ്കിൽ വിട്ട് വിട്ട് ഗ്യാപ്പ് ഇരിക്കും. അപ്പോൾ അരളിപ്പൂ കുറച്ചും കൂടെ ഉള്ളത് കാരണം നല്ലോണം അരളിപ്പൂ ചുറ്റും വെച്ച് നമ്മുടെ പൂക്കളം നല്ല അടിപൊളി പൂക്കളമായേ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൂക്കളം കണ്ടില്ലേ, നല്ല അടിപൊളി നല്ല പൂക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ നടുക്ക് താമര വെച്ചു, ചുറ്റും ഓറഞ്ച് കൊങ്ങിണിപ്പൂ വെച്ചു, അതിന് ചുറ്റും നമ്മൾ പിങ്ക് ഷെയ്ഡുള്ള അരളിപ്പൂവും കൂടെ വെച്ച് നമ്മുടെ പൂക്കളം നല്ല അടിപൊളിയായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി അടുത്തത് നമ്മളൊരു ഡിസൈൻ കാണുന്നില്ലേ, അപ്പോൾ ഞാൻ വൈറ്റ് അതിന് ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വൈറ്റും മാർക്ക് ചെയ്തും ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വൈറ്റും ഒരു വയലറ്റ്, ഒരു പുതിയ കളറാണ്, ഒരു വയലറ്റ് ഷെയ്ഡുള്ളൊരു പൂവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വൈറ്റും ആ വയലറ്റും കൂടെ ഇടകലർത്തി വെക്കാനായിട്ടുള്ള പ്ലാനാണ്. അത് ഇതുവരെയും എനിക്ക് അങ്ങനെ വയലറ്റ് കളർ കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഇന്ന് വൈറ്റും വയലറ്റും കൂടെ ഞാൻ ഇടകലർത്തി വെക്കുവാണേ. അങ്ങനെ നമ്മൾ വൈറ്റും വയലറ്റും നിറങ്ങളുള്ള പൂക്കൾ ഇടകലർത്തി വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്തോ ഒരു മിസ്സിങ്, ഇടയ്ക്കൊരു ഗ്യാപ്പ് കാണുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ കുറച്ച് വയലറ്റ് നിറമുള്ള പൂക്കളും കൂടെ വെച്ച് ആ ഗ്യാപ്പ് എനിക്ക് തന്നെ
സത്യം പറഞ്ഞാൽ വട്ട് പിടിക്കുന്നു ഇതെല്ലാം കൂടെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഒരു ഗ്യാപ്പ് പോലെ തോന്നുന്നു. അപ്പോൾ അത് കാരണം അവിടെയും ഞാൻ വയലറ്റ് പൂക്കൾ കൊണ്ട് ഫില്ല് ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പൂക്കളം കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ ആ വയലറ്റും കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വയലറ്റും വൈറ്റും അപ്പോൾ അങ്ങനെ ഒന്ന് ഇടകലർത്തി വെക്കുമ്പോൾ അതൊരു ഡിസൈൻ ആയില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞാൻ വയലറ്റ് പൂക്കൾ വെച്ച് നമ്മുടെ അത്തപ്പൂക്കൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ആവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അതിൻ്റെ വെളിയിലൊരു ഡിസൈൻ ഉണ്ടല്ലോ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വരുന്ന ഡിസൈന് കൂടെ വരച്ച് കംപ്ലീറ്റ് ആക്കാനാണ് ഇപ്പോൾ ഞാൻ പദ്ധതി ഇട്ടേക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ തോന്നി. നമ്മൾ ഓണം എന്ന് എഴുതിയില്ലേ, അതിന് ചുറ്റും പൂക്കൾ വെച്ച് അങ്ങ് അപ്പം സ്പീഡി എല്ലാം ചെയ്യാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ എനിക്ക് തന്നെ ടെൻഷനായി. കാരണം എനിക്ക് അടുക്കളയിൽ കുറേ ജോലിയുണ്ട്. അപ്പോൾ തിരുവോണ ദിവസമല്ലേ, അപ്പോഴത്തേക്ക് സദ്യയൊക്കെ ഒരുക്കണ്ടേ, അപ്പോഴത്തേക്ക് അതും നോക്കണ്ടേ. അപ്പം പെട്ടെന്ന് അത്തപ്പൂക്കൾ ഇട്ടിട്ട് വേണം ബാക്കി ജോലിയിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓണം എന്ന് ഞാൻ എഴുതിയില്ലേ, അതിൽ ഓറഞ്ച് കൊങ്ങിണിപ്പൂവും മഞ്ഞ കൊങ്ങിണിപ്പൂവും കൂടെ ഇടകലർത്തിയിട്ട് ഓണം എന്ന് ഉള്ള എഴുതിയേക്കുന്നത് ഫില്ല് ചെയ്ത് എടുക്കുവാണേ. അങ്ങനെ കണ്ടില്ലേ, നമ്മൾ ഓണം എന്ന് എഴുതിയത് നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ വെച്ച് ഓണം എന്ന് എഴുതി നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പം നമ്മുടെ അത്തപ്പൂക്കളം നല്ല ഭംഗിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുവാണേ. അപ്പം നമ്മളിങ്ങനെ ഡിസൈനൊക്കെ ആക്കിയപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇങ്ങനൊരു ഇതാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ചുറ്റും നമ്മൾ മഞ്ഞ കൊങ്ങിണിപ്പൂ കൊണ്ട് ഡിസൈന് ഉണ്ടാക്കുവാണേ. മഞ്ഞ കൊങ്ങിണിപ്പൂ ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ മഞ്ഞ ഇട്ട് അത് ഫുള്ള് ആ ഡിസൈൻ കംപ്ലീറ്റ് ആക്കുവാണേ. അങ്ങനെ മഞ്ഞയും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഡിസൈന് നല്ല വലിയ ഡിസൈനായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് ഇടാനായിട്ട് നമ്മുടെ ഡിസൈൻ വലുതാവുമ്പോൾ അപ്പോൾ നമുക്ക് ഔട്ട്ലൈനൊന്നും ഇടാനായിട്ട് ഉള്ള സ്ഥലം കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഇപ്പം തന്നെ നല്ല വലിയ ഒരു അത്തപ്പൂക്കളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അപ്പം മഞ്ഞ കൊങ്ങിണിപ്പൂ വെച്ച് നല്ലോണം നമ്മൾ റെഡിയാക്കിയേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു ഗ്യാപ്പ് കാണുന്നില്ലേ, അവിടെ നമ്മൾ ഓറഞ്ച് കളറുള്ള കൊങ്ങിണിപ്പൂ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുവാണേ, ആ ഇടയ്ക്കുള്ള ഗ്യാപ്പ്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമ്മുടെ അത്തപ്പൂക്കളം നമ്മുടെ തിരുവോണ ദിവസത്തെ നമ്മുടെ അത്തപ്പൂക്കളം നല്ല വലിയ അത്തപ്പൂക്കളമായിട്ട് മാറുവാണേ. അപ്പോൾ ആ ഓറഞ്ചും കൂടെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി ആവുന്നുണ്ട്. അങ്ങനെ കൊങ്ങിണിപ്പൂ ഓറഞ്ച് ഇഷ്ടം പോലെ ഓറഞ്ച് നിറം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കുവാണ് നമ്മുടെ അത്തപ്പൂക്കളം. അപ്പോൾ അവിടെ ഇരുന്നിടാൻ പറ്റത്തില്ല, നിന്ന് വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാൻ സർക്കസൊക്കെ കാണിച്ച് എപ്പോഴത്തെ പോലെ സർക്കസൊക്കെ കാണിച്ച് നമ്മൾ ഇടുവാണേ. അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, നിന്ന് വേണം ഇനിയും നമ്മുടെ അത്തപ്പൂക്കളം ഫില്ലാവാനായിട്ട്.
അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം കണ്ടില്ലേ, ഫൈനൽ നല്ല വലിയ അത്തപ്പൂക്കളമായി. ഞാനപ്പോൾ ഫൈനൽ ടച്ചൊക്കെ കൊടുക്കുവാണേ. അപ്പോൾ നമുക്ക് ഓറഞ്ച് നിറമുള്ള കൊങ്ങിണിപ്പൂ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അത് ഇട്ട് നമ്മുടെ ഓറഞ്ച് നിറമുള്ള കൊങ്ങിണിപ്പൂവും കൂടെ ഇട്ട് നമ്മുടെ ഡിസൈൻ നല്ല അടിപൊളി, നല്ല സൂപ്പർ, നല്ല അടിപൊളി ഡിസൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം അങ്ങനെ നമ്മൾ 10 ദിവസവും അത്തം 10-ന് തിരുവോണം എന്നല്ലേ പഴമക്കാർ പറയുന്നത്. അതേപോലെ അങ്ങനെയല്ലേ നമ്മുടെ ചൊല്ല്, അത്തം 10-ന് പൊന്നോണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണം അടിച്ചു പൊളിച്ചു. നമ്മൾ നല്ല അടിപൊളി ഡിസൈനൊക്കെ ഇട്ട് നമ്മുടെ അത്തപ്പൂക്കളം നമ്മൾ അങ്ങനെ 10 ദിവസവും നമ്മൾ നല്ല വിജയകരമായിട്ട് നമ്മുടെ അത്തപ്പൂക്കളം കംപ്ലീറ്റായി. വീഡിയോയും ഇട്ടു. എല്ലാവരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലതായിട്ട് അത്തപ്പൂക്കളം ഒക്കെ ഇടാനായിട്ട് പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും. അപ്പോഴത്തേക്ക് ഞാൻ അത്തപ്പൂക്കളൊക്കെ ഇട്ട് പിന്നെന്താ നമ്മൾ ഓണം എഴുതി പൂക്കൾ വെച്ച് എന്നിട്ട് ഞാൻ അങ്ങനെ നമ്മൾ ഫൈനൽ ടച്ചും കൊടുത്ത് നമ്മുടെ അടിപൊളി വലിയ തിരുവോണത്തിൻ്റെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പൂക്കളത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാവേ. അത് കഴിഞ്ഞിട്ട് വേണം. അപ്പം ഞാൻ ലൈവിലൊക്കെ വരാം, എല്ലാവരെയും കാണാം, എല്ലാവരോടും സംസാരിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ തിരുവോണ ദിവസം ആയതുകൊണ്ട് ഇനിയിപ്പം അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നല്ല ടൈമായി, 11 മണിയൊക്കെ കഴിഞ്ഞ്. ഇനി വേണം സദ്യ. അപ്പം ഞങ്ങൾ കുടുംബ വീട്ടിലാണ് സദ്യ കഴിക്കുന്നത്. എന്നാലും കുറച്ച് കറികളൊക്കെ പായസമൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ, അവിയൽ, പായസം ഒക്കെ ഞാൻ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് ഞാനപ്പോൾ അടുക്കളയിലോട്ട് പോകണം. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ നല്ലോണം സെറ്റാക്കിയിട്ട് പാചകത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ നമ്മുടെ 10ാമത്തെ ദിവസത്തെ അത്തപ്പൂക്കളം നല്ല അടിപൊളി, നല്ല സൂപ്പർ, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ അത്തപ്പൂക്കളം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല കമൻസ് ഇടണം. പിന്നെന്താ, ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും പറയണേ. അങ്ങനെ എല്ലാവരും ലൈക്ക് അടിക്കണേ, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴത്തേക്ക് ഇനി കുറേ പേര് ക്ലീനിങ് വീഡിയോ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനിയും എന്തെങ്കിലും അപ്പോൾ അത്തപ്പൂക്കളം 10 ദിവസവും നമ്മൾ ഇട്ടു. ഇനി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാമേ. ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ, ലവ് യു ലോട്ട്, ലവ് യു ഗൈസ്. അപ്പോൾ ശരി, നമുക്ക് ലൈവിൽ കൂടെയും നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോഴത്തേക്ക് എല്ലാവരും അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം, നല്ലൊരു തിരുവോണ ആശംസ നേരുന്നു. അപ്പോൾ ശരി, ടാറ്റാ, ബൈ, ലവ് യു ഓൾ.